രാജ്യത്തെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയിരിക്കുമെന്ന് നടനും BJP നേതാവുമായ സുരേഷ് ഗോപി. കേരളയിൽ വരും കേട്ടോ എന്ന് പറയുന്നത് പോലെയാവില്ല ഇതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. NDA സംസ്ഥാന ചെയർമാൻ K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മോദി ഭരണത്തിൽ പ്രീണനമില്ല, ജാതിയില്ല, ഏകീകൃത സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുന്ന സർക്കാരാണ് BJPയുടേത്. അടുത്ത തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനമായി വരുമെങ്കിൽ അത് നടപ്പിലാക്കിയിരിക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് പ്രശ്നം? എല്ലാവരും ആഗ്രഹിക്കുന്നതും അതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളയിൽ വരും കേട്ടോ എന്ന് പറയുന്നത് പോലെയല്ല, അത് വന്നിരിക്കും. ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനുള്ളതാണ് ഏകീകൃത സിവിൽ കോഡെന്ന് ആരും കരുതണ്ട. ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുക ഒരു വിഭാഗത്തിൽ നിന്ന് തന്നെയാണെന്ന് ഞാൻ ഉറച്ചു പറയുന്നു. അവിടെ പിന്നെ സ്ത്രീകൾക്കായി പോയി എന്ന് പറഞ്ഞ് ഒരുത്തരും വരില്ല. സ്ത്രീക്കും തുല്യത വേണം. സ്ത്രീയുടെ തുല്യതയ്ക്ക് വേണ്ടി ഇത്രയും നാൾ ചുണ്ടനക്കിക്കൊണ്ട് പറയുന്നതല്ലാതെ ഹൃദയമറിഞ്ഞ് പ്രവർത്തിച്ചിട്ടുണ്ടോ? അത് പ്രാവർത്തികമാക്കാൻ നരേന്ദ്രമോദി എന്ന ആൾ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ സ്ത്രീ സമത്വം എന്നത് നടപ്പിലാക്കും. എന്തുകൊണ്ട് 10 വർഷമെന്ന് ചോദിച്ചാൽ കാനീഷുമായി കൃത്യമായി നടപ്പിലാക്കണം. അതിനെടുക്കുന്ന സമയമാണിത്. പിണറായിയെ പോലെ ആരോപണങ്ങളെ തട്ടിവിടാൻ ഓട്ടച്ചങ്കോ പരട്ടച്ചങ്കോ അല്ല മോദിയുടേത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേസ് പറയുമെന്ന് കരുതാനായി ഗണിച്ചും കേസ് എന്നതാണ് രീതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിൻ്റെ പ്രഥമ പൗരന് പോലും സഞ്ചാര സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥിതിയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സ്ഥിതി ഒന്നടങ്കം മാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൃശ്ശൂരിൽ സുരേഷ് ഗോപി കാൻഡിഡേറ്റ് ആകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തെങ്കിലും മാറ്റം വരാനുള്ള സാധ്യതയും വളരെയധികം കുറവാണ്. തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി വിജയിച്ച് കയറാനുള്ള സാധ്യതയെക്കുറിച്ചും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ അടക്കം ചർച്ച ചെയ്തിരുന്നു.